ഹായ് എവരി വൺ. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ സോർട്ട് ഈസ് എ വേ ടു സോർട്ട് എ ലിസ്റ്റ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ബൈ റിപ്പീറ്റഡ്ലി കമ്പയറിംഗ് ടു ഐറ്റംസ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ആൻഡ് സ്വാപ്പിംഗ് ദം ഇഫ് ദേ ആർ ഇൻ റോങ് ഓർഡർ. അപ്പോൾ ബബിൾ സോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ എലമെൻറ്റ്സ് സ്മോളർ ടു ലാർജർ ആയിരിക്കാം. ആ ലാർജറിലേക്ക് സ്വാപ്പ് ചെയ്ത് പോകുന്നതിനാണ് ബബിൾ സോർട്ട് എന്ന് പറയുക. അപ്പോൾ ആ ലിസ്റ്റിനുള്ളിലുള്ള എലമെൻറ്റ്സ് സ്മോളർ ടു ലാർജർ ആകുന്ന വരെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്വാപ്പിങ് നടക്കും. അത് ശരിയാവുന്ന വരെ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് നോക്കാം. വർക്കിംഗ് അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ വർക്കിംഗ് നോക്കാം. ഇപ്പോൾ 5 1 4 2 8 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് നമുക്ക് സ്മോളർ ടു ഹയർ ആക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റത്തെ 2 എലമെൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യും. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് 2 എലമെൻറ്റ്സ് കമ്പയർ ചെയ്യും. 5 1 നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്മോളറാണ് വരുന്നത്, പിന്നാണ് ലാർജർ വരുന്നത്. അപ്പോൾ ഇതിൽ 5 1 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, അത് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 1 5 വരും. ബാക്കിയുള്ളത് സെയിം നോർമലി ലിസ്റ്റിൽ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 1 5 4 2 8. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ സെയിം സാധനം നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് നോക്കണം. അപ്പോൾ ഈ സെക്കൻഡ് എലമെൻറ്റ് നോക്കുമ്പം അവിടെ ഉള്ളത് 1 4 1 5 4 ആണ്. അപ്പോൾ 5 4 എന്ന് പറയുമ്പോൾ വീണ്ടും ഗ്രേറ്റർ ഉള്ളത് അങ്ങോട്ട് പോകും, സ്മോളർ ഇങ്ങോട്ട് വരും. അപ്പോൾ രണ്ടും സ്വാപ്പ് ആവും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫോം കറക്റ്റ് ആകും വരെ ആ റിപ്പീറ്റഡ് ആയി സ്വാപ്പിങ് നടക്കും. അതിനാണ് ഈ ബബിൾ സോർട്ടിംഗ് എന്ന് പറയുക. ഇപ്പോൾ 1 4 5 2 8 വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 4 2 5 8 വരും. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. കമ്പയർ 5 and 8 നോ സ്വാപ്പ്. പിന്നെ നെക്സ്റ്റ് പാസ് 2ലേക്ക് എടുക്കുകയാണെങ്കിൽ 1 4 ഇതാക്കുമ്പോൾ സ്വാപ്പിങ് വേണ്ട, അത് റെഡിയാണ്. പിന്നെ 4 2 എടുക്കുമ്പോൾ അവിടെ സ്വാപ്പിങ് വേണം. അപ്പോൾ ഈ സ്മോളർ ടു ഗ്രേറ്റർ അതന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് സ്വാപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് പാസ് 3യിലും അങ്ങനെ തന്നെ അത് റെഡി ആവണ വരെ നമ്മൾ ഓരോ പാസ് വെച്ചിട്ട് ചെയ്യണം. പിന്നെ വൈ ഇറ്റ്സ് കോൾഡ് ബബിൾ സോർട്ട് എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ദ ലാർജസ്റ്റ് നമ്പർ ബബിൾസ് അപ്പ് ടു ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലിസ്റ്റ് വിത്ത് ഈച്ച് പാസ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര ഈസിയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ഫോർ ലാർജസ്റ്റ് ലിസ്റ്റ്. പിന്നെ ഗുഡ് ഫോർ ലേണിംഗ് സോർട്ടിങ് ബേസിക്സ്. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. സോ താങ്ക് യു.